കുഞ്ഞായ മുസ്ലിയാരും മങ്ങാട്ടച്ഛനും. അസ്സലാമലൈക്കും. വലൈക്കും സലാം. അയ്യപ്പ, ആ അയ്യപ്പ, എന്തേ മൂല്യരെ? കഞ്ഞിക്ക് എന്താടോ തൊട്ടുകൂട്ടാൻ? നല്ല മീൻ മുളക് കിട്ടും, പപ്പടം ചുട്ടതും ഉണ്ട്. ആ, എന്നാ ഞമ്മക്കും കൊണ്ടുകൂടെ കുറച്ചേ. അതിനെന്താ മൂല്യരെ, ഇങ്ങോട്ട് പോന്നോളി. കഞ്ഞി മീൻ മുളട്ടും കൂട്ടിയിട്ട് കുറെ കാലായി. അല്ലാ, ഇങ്ങോട്ട് കൊണ്ടാ. എന്താ മുല്ലാക്ക, എന്താ അന്തിക്ക് നിങ്ങളെ പെരയിൽ കള്ളം കയറുന്നു കേട്ടല്ല? കേട്ടിക്കണ നേരാ. നിങ്ങൾ പേടിച്ച് ബേജാറായി കട്ടിലിന്റെ ചോട്ട് പോയി ഒളിച്ചെന്നാണല്ലോ നമ്മള് കേട്ടത്. നിങ്ങൾ ഇത്ര പേടിത്തൊണ്ടരാന്ന്. നമ്മൾ കട്ടിൻ്റെ അടിയിൽ പോയി ഒളിച്ചത് ഹക്കാണ്. പക്ഷെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെയൊന്നുമല്ല. കള്ളന് കട്ടുകൊണ്ടുപോകാൻ നമ്മുടെ പുരയിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നുമില്ല. അതിനെക്കൊണ്ട് അയവും കുറവായിട്ടാ നമ്മൾ കട്ടിൻ്റെ അടിയിൽ പോയി ഒളിച്ചത്. ധൈര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. വേണ്ട, ഈ നാട്ടിൽ ധൈര്യമുള്ള ഒരാള് നമ്മളെല്ലാചാരെ. നിങ്ങളെന്ത് വീരസാണ് കാട്ടിയത്? എന്നാ നിങ്ങൾക്കൊന്നല്ലേ കേൾക്കണ്ടിയേ. കഴിഞ്ഞ തമിളാന് വടക്കുള്ള പള്ളിയിൽ ബയലും കഴിഞ്ഞ് കൈ നിറയെ കായായിട്ട് നമ്മൾ തിരിച്ചു വരായിരുന്നു. കോഴിക്കോട്ട് എത്തിയപ്പോഴേക്കൊക്കെ ഒരു മോന്തി ആയിക്കണ്. മോന്തിയായ പിന്നെ കോഴിക്കോട്ട് അങ്ങനത്തെ കാര്യം പറയാനില്ലല്ലോ. ഒരു 5-8 കള്ളന്മാരും ഞമ്മളെ അങ്ങോട്ട് പറഞ്ഞു. ഞമ്മള് വിടുവോ? ഞമ്മള് സ്വന്തല്ലേ ഓരെ പായിപ്പിച്ചത്. ഈ ശരീരം വെച്ച് ഇങ്ങക്ക് എങ്ങനെ പറ്റിയത്? മാണ്ട അതിനൊക്കെ പുത്തി വേണാചാര്യ, പുത്തി. ഓരെ കണ്ടപ്പോഴേക്ക് ഞമ്മള് വണ്ടി കഴിച്ചില്ലായില്ലേ. പാവങ്ങള് ഞമ്മടെ ബയ്യത്താല വന്നിട്ട് തിരിച്ചുപോയി. മൊല്ലാക്ക, മങ്ങാട്ടച്ഛനും കുഞ്ഞായി മുസ്ലിയാരും വരുന്നുണ്ട്. നിങ്ങളുടെ പുളുവടി ഓല് കേക്കണ്ട. ഇല്ലത്തുന്നല്ല കഥകളിണ്ടെന്ന് പറഞ്ഞിട്ട്. കഥകളി ഗംഭീരായിരുന്നു കേട്ടോ, ഗംഭീരം. കഥകളിക്ക് വേറെ കോൽക്കളി എന്നെ വെച്ചൂടെ? കഥകളിനെ പറ്റുള്ളൂ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. കഥകളിയാകുമ്പോ ഈ കത്തിവേഷമൊക്കെ ഉണ്ടല്ലോ. അല്ല, കുഞ്ഞായി മുസ്ലിയാർ ആരോടാ സലാം പറഞ്ഞേ? സംശയിക്കാനില്ല, ഞമ്മളോട് തന്നെ. കൂട്ടത്തിൽ മാന്യം ഞമ്മളല്ലേ. മാന്യന്മാരോടെ സലാം ചെല്ലല്. ആ ഒരു ഒലക്കയിലെ മാന്യം വന്നിരിക്കണ്. ആലിമികളോടെ സലാം ചെല്ല. നൊസന്മാരോട് സലാം ചെല്ലലുമില്ല, മടക്കലുമില്ല. മൊല്ലാക്ക, വയസ്സിന് മൂത്താണ് ഞമ്മള് നോക്കൂല. ഞമ്മളോട് കളിച്ചോൾക്കൊക്കെ നമ്മൾ കളി പഠിപ്പിച്ചിക്കണ്. നിർത്തിൻ, നിങ്ങൾ ഇതിനു വേണ്ടി കടി കൂടണ്ട. ഞമ്മക്ക് മുസ്ലിയാരോട് തന്നെ ചോദിച്ചു നോക്കാം. മൊയിലാരേ, ആ, മങ്ങാടം നടന്നോ? ഞാൻ ക്ഷേത്രത്തിലുണ്ടാവും. ഓ, മൊയിലിയാരെ, ഇവിടെ ഒരു തർക്ക പ്രശ്നമുണ്ട്. അങ്ങാടി ആവുമ്പോ അതൊക്കെ ഉണ്ടാവും, തർക്കവും പ്രശ്നമൊക്കെ. ആ കുഞ്ഞായ, ഈ ആരോടാ സലാം ചെല്ലിയത്? ഇന്നോടോ അത് ഈ നൊസനോടോ? ഇക്കൂട്ടത്തിൽ ഏറ്റവും വലിയ പൊട്ടനോട്. രാമാ, രാമാ,
ഈ കൊശവൻ എവിടെ പോയി ചത്ത് കിടക്കുക? ഡാ രാമ, അടിയൻ ഇവിടെ ഉണ്ട്. അപ്പോ നീയല്ലേ തീർന്നെന്ന് കേട്ടത്? റാൻ, എന്താണാവോ വിളിച്ചത്? ഇല്ലത്തിന് തീ പിടിച്ചിരിക്കണു. അകത്തുള്ള ആള് പ്രസവേദന എടുത്ത് കിടക്കുക. ഉണ്ണിയാണെങ്കി കിണറ്റിലും വീണിരിക്കണു. അതിനിപ്പോ എന്താ ചെയ്യാ? അതും അറിയില്ല ചുംബൻ. നീ ആ ചെല്ലമെടുത്ത് പടിപ്പുരയെ കൊണ്ട് വെക്കുക. നോം അവിടെ ഇരുന്ന് വിസ്തരിച്ചൊന്ന് മുറുക്കട്ടെ. ഓ, അങ്ങനെ ആവട്ടെ. ചെല്ലം ദാ, അവിടെ വെച്ചോളുക. രാമ, ഓ ഇന്നലെ നിന്റെ അവിടെ ആരോ ചട്ടൂന്ന് കേട്ടല്ലോ. ഓ ആരാ? നീയോ അതോ നിന്റെ ഏട്ടനോ? ഏട്ടയാണ്. ഹായ് ഹായ്, ഏട്ടയോ? എന്നുവെച്ചാ ഏട്ടത്തീന്ന് സാരം. എന്തായിരുന്നു ഒടുക്കം? ഒടുക്കൊടുക്ക ആയപ്പത്തിനും ഏടത്തി പഴം തൊലി ഉരിഞ്ഞ് തിന്നൂന്നു ആയി. വലത്തെ കൈകൊണ്ട് ഊണ് കഴിക്കൂന്നു ആയി. രസികൻ.